ഇടക്കൊച്ചിയിൽ ക്ഷേത്രോത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞു. നിരവധി വാഹനങ്ങൾ ആന തകർക്കുകയും ചെയ്തു. കാർ ഉൾപ്പെടെ കുത്തിമറിച്ചു. ഇരുചക്ര വാഹനങ്ങൾ കുത്തിമറിച്ചു. ഏറെ നേരം മൈതാനത്തിലൂടെ ഓടി പരിഭ്രാന്തി പരത്തി. ആനയെ ഇതുവരെയും തളയ്ക്കാനായിട്ടില്ല എന്നായിരുന്നു നമുക്ക് ലഭ്യമായ വിവരം. അല്പസമയം മുമ്പ് വരെ ശ്യാം പ്രസാദ് ഉത്തമൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്യാം, ആന പരിഭ്രാന്തി പടർത്തി, ഒരുപാട് പരാക്രമം കാട്ടി, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, ആളപായം ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ തന്നെ കാട്ടി എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. തൽസ്ഥിതി എന്താണ്? ആനയെ തളയ്ക്കാനായോ? പ്രജീഷ, നിലവിൽ ഈ ആനയെ പൂർണ്ണമായിട്ടും തളയ്ക്കാനായിട്ടില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ അമ്പലത്തിനോട് ചേർന്ന ആന നിലവിൽ ശാന്തനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പാപ്പാന്മാർക്കും മറ്റുമൊന്നും ആനയുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. പാപ്പാന്മാരും മറ്റും ആനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആന ഓടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആന ഇപ്പോൾ നിലവിൽ ഒരു അമ്പലത്തിനോട് ചേർന്നുള്ളൊരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ആനയുടെ കാലിലും മറ്റുമൊക്കെ മുറിവുണ്ടായിട്ടുണ്ട്. 3 തവണ ഈ വടമിട്ട് കെട്ടാൻ ശ്രമിച്ചുവെങ്കിലും ഈ വടം പൊട്ടിച്ചെറിയുകയാണ് ആന ചെയ്തത്. ഇപ്പോൾ ഈ മഹാദേവൻ എന്ന് പറയുന്ന ആനയാണ്. തൊട്ടപ്പുറത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനായാണ് ഈ ആനയെ ഇവിടെ എത്തിച്ചത്. ഇവിടെ ആനയെ കുളിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ജ്ഞാനോദയം സഭയുടെ ചേർന്നുള്ള അമ്പലത്തിൽ ഈ ആനയെ കൊണ്ടുവന്നത്. കുളിപ്പിക്കുന്നതിനിടെയാണ് വൈകിട്ടോടുകൂടി ആന ഇടയുകയും തുടർന്ന് ആളുകൾക്ക് നേരെ ഇവിടെ കൂടിയ ആളുകൾക്ക് നേരെ പരിഭ്രാന്തി വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ആനയുടെ ശരീരത്തിൽ ചങ്ങലയുണ്ട്, കാലുകളിലും മറ്റും ചങ്ങലയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ദൂരം ഇത് ഓടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ പിൻകാലിൽ ഇപ്പോൾ വടം ഇട്ട് ഒരു സ്ഥലത്ത് കെട്ടി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ആനക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡും മറ്റും എത്തിയാണ് നിലവിൽ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ആനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാപ്പാന്മാരും മറ്റും കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും അവർക്ക് നേരെ ആന കൊമ്പുകുത്തുന്ന അല്ലെങ്കിൽ ഓടിപ്പായുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. നിലവിൽ നമുക്ക് കാണാം തൊട്ടപ്പുറത്തായിട്ട് നിരവധി ബൈക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ കാറ് മറ്റുമൊക്കെ ആന കുത്തി നശിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലാണ് ആന പരിഭ്രാന്തി വരുത്തിയത്. ഇപ്പോൾ നമുക്ക് ഈ റോഡുകളിലും മറ്റുമൊക്കെ വലിയ തോതിൽ ജനം കൂടിയിട്ടുണ്ട്. ഇതൊരു സംസ്ഥാന പാത കൂടിയാണ്. ഈ സംസ്ഥാന പാതയിലെ ഈ ഗതാഗതം തന്നെ പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാരണം 2 സൈഡിലേക്കും ആൾക്കൂട്ടം വലിയ തോതിൽ കൂടി. പോലീസ് എത്തിയാണ് ഇപ്പോൾ നിലവിൽ ആളുകളെയൊക്കെ മാറ്റി ഇപ്പോൾ ഈ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ആന ഇപ്പോൾ അവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ ആനയെ ഒരു സ്ഥലത്തേക്ക് മാറ്റി ബാക്കിലെ ഒരു കാലിൽ മാത്രമാണ് ഇപ്പോൾ വടമിടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വടം ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുന്നതിനാൽ അവിടെ നിന്ന് ആന മറ്റൊരിടത്തേക്ക് നീങ്ങുന്നില്ല. പക്ഷേ ആനയുടെ അടുത്തേക്ക് പാപ്പാന്മാർക്കും മറ്റും ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ആന അവർക്ക് നേരെ ബഹളം വെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടറിയില്ല. ആനയെ കുളിപ്പിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ആന ഇങ്ങനെ പ്രകോപനപരമായ രീതിയിലേക്ക് മാറുകയും തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയത്. കോട്ടുളി മഹാദേവൻ എന്ന് പറയുന്ന ആനയാണ്. സാധാരണഗതിയിൽ ഈ ആന വിവിധ സ്ഥലങ്ങളിലും മറ്റുമൊക്കെയായിട്ട് തിടമ്പെടുക്കാനും മറ്റുമൊക്കെ പോകുന്നതാണ്. ഏറെ തലയെടുപ്പുള്ള ആനയാണ്. അതിന്റെ കൊമ്പും ആകാര ഭംഗിയും ഒക്കെ തലയെടുപ്പുള്ള ആനയാണ്. നേരത്തെ ഇടഞ്ഞ സ്വഭാവം ഒന്നും കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇടയാനുള്ള കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ ഈ പാപ്പാന്മാരും മറ്റും കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആനയെ പാപ്പാന്മാർ തല്ലി മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടറിയില്ല. നാട്ടുകാരും മറ്റുമൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതായിരിക്കാം എന്നാണ് കരുതുന്നത്. നിലവിൽ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ അവിടെ ഈ ആനയുടെ മറ്റ് ബാക്കിലെ 2 കാലുകൾ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ അത് പരാജയപ്പെടുകയാണ്. ഈ വടവുമായിട്ട് ചെല്ലുമ്പോൾ ഈ പാപ്പാന്മാർക്ക് നേരെ ആന തിരിഞ്ഞ് ഓടിക്കുന്ന ഒരു സ്വഭാവമാണ്, സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് മുന്നിലേക്ക് ചെല്ലാനും വളരെയേറെ ആയാസകരമായി പ്രയാസപ്പെട്ട് തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. ആന എല്ലാ ദിക്കിലേക്കും ഇവർക്ക് നേരെ മർദ്ദിച്ചു ആനയെ പാപ്പാന്മാരെന്നത് ആരെങ്കിലും കണ്ടതാണോ അതോ മറ്റെന്തെങ്കിലും സൂചനയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ? അത് ആരാണ് പറഞ്ഞത്? അവിടെയുള്ള പ്രദേശവാസികളാണോ അങ്ങനെ പറഞ്ഞത്? ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അങ്ങനെ പറയുന്നത് കേട്ടതാണ്. കൃത്യമായിട്ടും അതൊരു ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ആനയെ കുളിപ്പിക്കുന്ന സമയത്ത് എന്തോ പാപ്പാനോ മറ്റോ മർദ്ദിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് കൃത്യതയില്ല. അത് ഇവിടെ
ഇവിടെ ഇങ്ങനെ ആളുകൾക്കിടയിൽ പറഞ്ഞ് പങ്കുവെക്കുന്നത് കേട്ടതാണ്. പക്ഷേ അത് എന്താണ് കൃത്യമായ കാര്യമെന്നറിയില്ല. പക്ഷേ നിലവിൽ ഈ ആനയുടെ പുറകിലത്തെ കാലിൽ മുറിവ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായതായിരിക്കാം. കാരണം ഈ കാലിൽ കെട്ടിയ വടമെല്ലാം ഈ ആന വളരെ ശക്തിയായി പൊട്ടിച്ചു കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പ്രകോപനപരമായ രീതിയിൽ തന്നെ ഏകദേശം 1.5 മണിക്കൂറായിട്ട് ആന ഇവിടെ പ്രകോപനപരമായ രീതിയിലുള്ള അന്തരീക്ഷത്തിലാണുള്ളത്. ഈ വാഹനങ്ങൾക്ക് നേരെ വാഹനങ്ങൾ കുത്തിയെറിയുക, കാറ് കുത്തിയെറിയുക, അങ്ങനെ ആളുകൾക്ക് നേരെ ചീറിപ്പായുക. നമുക്കിവിടെ കാണാം ഇപ്പോൾ കൂടുതലായിട്ടും ഇവിടെ പോലീസും മറ്റുമൊക്കെയാണുള്ളത്. പോലീസ് എത്തിയാണ് ഇവിടെ ആളുകളെയും മറ്റുമൊക്കെ നിയന്ത്രിച്ച് റോഡിന് ഇപ്പുറത്തേക്ക്, അതായത് മതിലിന് ഇപ്പുറത്തേക്ക് നിർത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ആന ഈ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റോഡാണ്. ഈ റോഡിലൂടെ ബസ് അടക്കമുള്ള വാഹനങ്ങൾ, വലിയ വാഹനങ്ങളടക്കം ഇത് സംസ്ഥാന പാതയാണ് പോകുന്നതാണ്. ഈ വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നതാണ്. നിലവിലിപ്പോൾ അമ്പലത്തിനോട് ചേർന്നാണ്, ആ അമ്പലത്തിനോട് ചേർന്ന് ഒരു കാലിൽ ആനയെ കെട്ടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്തായാലും എലിഫൻറ്റ് സ്ക്വാഡ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും ആനയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് എലിഫൻറ്റ് സ്ക്വാഡ് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂട്ടുളി മഹാദേവൻ എന്ന ഈ ആന ഏറെ തലയെടുപ്പുള്ള ആനയാണ്. ഇതിൻ്റെ കൊമ്പും അതോടൊപ്പം തന്നെ ആ ഒരു മസ്തകത്തിൻ്റെ ആകാരഭംഗിയും ഒക്കെയാണ് ഇതിനേറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അമ്പലങ്ങളിൽ തിടമ്പേറ്റുന്ന ആന കൂടിയാണ്. നാളിതുവരെ അവിടെ നിന്നുള്ള വിവരങ്ങളും കാഴ്ചകളും അവിടെ പങ്കുവച്ചത്. ഇടക്കൊച്ചിയിലാണ് ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞത്. നിരവധി വാഹനങ്ങളിൽ ആന തകർക്കുകയും ചെയ്തു. ആന ഇതുവരെയും പൂർണ്ണമായും തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല.